ചെങ്കളം മാധവൻ. മാധവ തമ്പുരാൻ, താൻ വന്നു അല്ലേ? നിനക്ക് പിടിച്ചില്ലേ? മതി. ഇനി എന്താ വേണ്ടതെന്ന് എനിക്ക് നിശ്ചയുണ്ട്. ഓ, കൊളപ്പുള്ളി കളരിമുറ്റത്തിട്ട് എന്റെ ആൾക്കാരെ അവൻ തല്ലി വീഴ്ത്തി. തന്നെ പോലുള്ള മിടുക്കന്മാര് പയറ്റി തെളിഞ്ഞ കളരിയായത്. അവനൊന്ന് കാണാൻ തന്നെ തമ്പുരാൻ ഞാൻ വന്ന്. കൊളപ്പുള്ളി ഉമ്മറത്ത് കയറി തോന്നിയാസം കാട്ടാൻ പോകുന്ന ധിക്കാരി ഉണ്ടെങ്കില് ഉള്ള ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടോ? ആരാ? ഞാനും കൂടെ കൂടട്ടെ കളിക്ക്? അതല്ലല്ലോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി. ആയിക്കോട്ടെ, കളിക്കണത് നമ്മൾ രണ്ടും ആണെങ്കിലോ അപ്പൊ കളി വലിയവരുടേതായില്ലേ? പട്ടി പറഞ്ഞാലുണ്ടല്ലോ എന്റെ വിധം മാറും. വല്ലാരും ഇപ്പൊ കേട്ടോണ്ട് എന്താ വിചാരിക്കാം? എടാ അടിമക്കണ്ണ, നീ എങ്ങനെയാ ഇവിടെ എത്തിയത്? അതൊരു ദുരന്ത ലവ് സ്റ്റോറിയാണ്. ലവ് സ്റ്റോറിയാ? അതെ, എനിക്കൊരു അമ്മാവന്റെ മകളുണ്ടായിരുന്നു. എൻ്റെ മുറപ്പെണ്ണ് മഹാലക്ഷ്മി. എനിക്ക് ഈ വിശപ്പിന്റെ അസുഖമുള്ള ആളാണേ. ഒരു ദിവസം അമ്മാവന്റെ വീട്ടിൽ ചെന്ന എനിക്ക് ഇച്ചിരി മീൻ കൂട്ടി ചോറിനൊന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി മാർക്കറ്റിൽ മീൻ വാങ്ങാൻ പോയതാ മഹാലക്ഷ്മി ഒരു തമിഴിലോരിടിച്ച് മരിച്ച്. ഞാനൊരു തമിഴ് ലോറി ഇടിച്ച് മരിക്കുന്നു. ഞങ്ങളെ അന്വേഷിക്കരുത്. സ്വന്തം മഹാലക്ഷ്മി. എന്നിട്ട് എന്ത് ചെയ്യാൻ? അമ്മാവന്റെ വീട്ടിൽ കുറച്ച് ഉണക്കമീൻ ഉണ്ടായിരുന്നു. അതോട്ട് ചോറുന്ന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ മഹാലക്ഷ്മിയുടെ മരണത്തോടു കൂടി അമ്മാവൻ തളർന്ന് കിടപ്പിലായി. അതോടെ ആ കുടുംബത്തിന്റെ ചുമതല മുഴുവൻ എന്റെ ഈ തോളിലായി. അതെനിക്കിഷ്ടമില്ല. അന്ന് രാത്രി അമ്മാവന്റെ പെട്ടിലെ കാശടിച്ച് ഞാൻ സ്ഥലം വിട്ടു. ഞാൻ ഇത് തെറ്റാണോ? തെറ്റാണോ? പോയി തരാ.